Welcome to the YouTube channel of Vyasa Institute of Mathematics. ഈ എപ്പിസോഡുകളിലൂടെ നമ്മൾ ബിടെക്കിന്റെ മാത്സ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ വെക്ടർ കാൽക്കുലസ് ആൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ള ടോപ്പിക്കിലെ വെക്ടർ കാൽക്കുലസിന്റെ ക്വസ്റ്റ്യനുകളാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ എപ്പിസോഡിലും വെക്ടർ കാൽക്കുലസിന്റെ തന്നെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ചില ആളുകൾ കമന്റിലൂടെ ആവശ്യപ്പെട്ടിരുന്നു മറ്റ് സെമിസ്റ്ററിലെയും ക്വസ്റ്റ്യനുകൾ അപ്ലോഡ് ചെയ്യുമോ എന്ന് ചോദിച്ചിരുന്നു. തീർച്ചയായും ഞങ്ങൾ അപ്ലോഡ് ചെയ്യും. ബിടെക് മാത്സിന്റെ എല്ലാ സെമിസ്റ്ററിലെയും എല്ലാ ടോപ്പിക്കിന്റെയും ക്വസ്റ്റ്യനുകൾ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഞങ്ങൾ ഓരോ ക്വസ്റ്റ്യനും ഓരോ ടോപ്പിക്കും വളരെ വിശദമായി തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് കൊണ്ട് തീർച്ചയായും അതിന് കുറച്ച് സമയമെടുക്കും. പെട്ടെന്ന് ടോപ്പിക്ക് പറഞ്ഞു തീർക്കുന്ന രീതിയല്ല ഞങ്ങൾ ചെയ്യുന്നത്. അതല്ല ഞങ്ങളുടെ പാരമ്പര്യം. 40 വർഷമായി നടക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പം ഞങ്ങളുടെ പാരമ്പര്യം അനുസരിച്ച് കുട്ടികളെ ടോപ്പിക്കുകൾ കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമയമെടുത്താണ് എല്ലാ ടോപ്പിക്കുകളും തീർത്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അടുത്ത തന്നെ ഈ വെക്ടർ കാൽക്കുലസ് ആൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ടോപ്പിക്ക് തീർന്നാൽ ഉടൻ തന്നെ മറ്റ് സെമിസ്റ്ററുകളിലെയും ടോപ്പിക്കുകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. തീർച്ചയായും നിങ്ങൾ ഈ എപ്പിസോഡുകൾ കൃത്യമായി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക. ഇന്ന് നമുക്ക് വെക്ടർ കാൽക്കുലസിലെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഡിസ്കസ് ചെയ്തിരുന്ന പ്രോബ്ലത്തിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് നീങ്ങാം. ഇതിപ്പോൾ മെയ് 2024, അത് മെയ് 2024 ജാനുവരി 2024 ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ ആണ് വെക്ടർ ഇന്റഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ നമുക്ക് ഇതിപ്പോൾ നോക്കാം. ക്വസ്റ്റ്യൻ ഞാൻ ബോർഡിൽ എഴുതാം. ഇവാലുവേറ്റ് integral over c x square minus 3y into dx plus 3x dy using Green's theorem. Using Green's theorem, comma, c being the circle, C being the circle, x square plus y square equal to 4. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ മെയ് 2024 ജാനുവരി 2024 2 വർഷത്തെയും വെക്ടർ കാൽക്കുലസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ ഗ്രീൻസ് തിയറം എന്ന തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് അതിലെ പ്രധാനപ്പെട്ട ഭാഗം മാത്രം ഞാൻ അതിന്റെ ടെക്നിക്കൽ ടേംസ് ഒഴിവാക്കുന്നു. അതിൽ ഗ്രീൻസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ കാണുന്നത് ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ജി ഓഫ് എക്സ് വൈ ഡി വൈ. ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ജി ഓഫ് എക്സ് വൈ ഡി വൈ ഈസ് ഈക്വൽ ടു double integral over r dou g by dou x minus dou f by dou y dA. ഇതാണ് ഗ്രീൻസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റിന്റെ പ്രധാനപ്പെട്ട പാർട്ട്. ഇന്റഗ്രൽ ഓവർ ദ ക്ലോസ് ടു സി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ജി ഓഫ് എക്സ് വൈ ഡി വൈ ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ ജി ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ ഡി എ. ഇവിടെ ഈ സി എന്നും ആർ എന്നും ഉദ്ദേശിക്കുന്നത് ഒരു സിമ്പിൾ ക്ലോസ്ഡ് കർവ്. സിമ്പിൾ ക്ലോസ്ഡ് കർവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ വന്ന് കർവ് അവസാനിക്കണം. അത് ഒരുപക്ഷെ ഇതുപോലുള്ളൊരു കർവ് ആകാം. അതൊരു സിമ്പിൾ ക്ലോസ്ഡ് കർവാണ്. ഇനി അത് ഇങ്ങനെ ഒരു കർവ് മാത്രമാകണമെന്നില്ല. പല കർവുകൾ, പല ലൈനോ കർവോ ഒക്കെ ചേർന്ന് വരുന്ന ഒരു പാട്ടുമാകാം. ഇങ്ങനെ വരുമ്പോൾ പറയും
ഫൈനൈറ്റ്ലി മെനി ദിസ് കർവ് ഈസ് ജോയിൻഡ് ബൈ ഫൈനൈറ്റ്ലി മെനി സ്മൂത്ത് കർവ്സ് എന്നൊക്കെ പറയും. അപ്പോ ഈ കർവിനെല്ലാം ഒരു ഓറിയന്റേഷൻ ഉണ്ടാവും, അതായത് അതിന്റെ ഡിറക്ഷൻ, പോസിറ്റീവ് ഡിറക്ഷൻ എങ്ങോട്ട് എടുക്കണം. ഇവിടെ ഇങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ വരുമ്പോൾ ഒരു ക്ലോസ്ഡ് കർവ് ഫോം ചെയ്യുന്നുണ്ട്. ഈ കേസിലും ഒരു പോസിറ്റീവ് ഓറിയന്റേഷൻ കൊടുത്തു കഴിയുമ്പോൾ ഒരു ക്ലോസ്ഡ് കർവ് സി വരുന്നുണ്ട്. ഇങ്ങനെ ഒരു കർവ് സി എടുക്കുമ്പോൾ അതൊരു ക്ലോസ്ഡ് കർവ് ആയതുകൊണ്ട് തന്നെ തീർച്ചയായും അതിലൊരു റീജിയൻ എൻക്ലോസ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ കർവിനുള്ളിൽ ഒരു റീജിയൻ ഉണ്ട്. ആ റീജിയനെയാണ് നമ്മൾ ആർ എന്ന് വിളിക്കുക. കർവിനുള്ളിലായിട്ട് വരുന്ന ഭാഗത്തിന്റെ ആ ഏരിയ പോർഷൻ. ഇവിടെ ആവുമ്പോൾ ഇതിന്റെ ഉള്ളിലുള്ള ഈ പോർഷനെയാണ് നമുക്ക് ആർ എന്ന് വിളിക്കുക. അപ്പോ ഗ്രീൻസ് തിയറം പറയുന്നത് ഈ കർവിലൂടെയുള്ള എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ജി ഓഫ് എക്സ് വൈ ഡി വൈയുടെ ഇന്റഗ്രൽ തന്നെ ആയിരിക്കും ഈ റീജിയനിലൂടെ എന്ന് പറയുമ്പോൾ അവിടെ ഡബിൾ ഇന്റഗ്രൽ വരും. കർവിലൂടെ ആവുമ്പോൾ സിംഗിൾ ഇന്റഗ്രൽ ആണ്. ഒരു റീജിയനിലൂടെ ആവുമ്പോൾ അത് ഡബിൾ ഇന്റഗ്രൽ ആണ്. അപ്പോ ഈ റീജിയനിലൂടെയുള്ള ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എന്ന് പറയുമ്പോൾ ഈ റീജിയനിലൂടെയായി ഡോ ജി ബൈ ഡോ എക്സ് പാർഷ്യൽ ഡെറിവേറ്റീവ് ജി വിത്ത് റെസ്പെക്ട് ടു എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു വൈ ഡി എ. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഇതാണ് ഗ്രീൻസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഇവിടെ നമുക്ക് ഗ്രീൻസ് തിയറം ഉപയോഗിച്ചുകൊണ്ട് ഇന്റഗ്രൽ ഓവർ സി എക്സ് സ്ക്വയർ മൈനസ് 3y ഡി എക്സ് പ്ലസ് 3x ഡി വൈ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. കർവ് സി ആയിട്ട് തന്നിരിക്കുന്നത് എക്സ് സ്ക്വയർ പ്ലസ് y സ്ക്വയർ 4 ആണ്. അപ്പോ ഈ നമ്മുടെ ഗ്രീൻസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റുമായി കമ്പയർ ചെയ്യുമ്പോൾ ഗ്രീൻസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ എഫ് ഓഫ് എക്സ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ജി ഓഫ് എക്സ് വൈ ഡി വൈ എന്നാണ്. ഇതും തമ്മിൽ കമ്പയർ ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാം എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 3y ആണ് എന്ന്. ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ജി ഓഫ് എക്സ് വൈ ഡി വൈ എന്ന് പറയുന്നതിലെ എഫ് ഓഫ് എക്സ് വൈയുടെ സ്ഥാനത്ത് ഇവിടെ കാണുന്നത് എക്സ് സ്ക്വയർ മൈനസ് 3y ആണ്. അതുപോലെ ജി ഓഫ് എക്സ് വൈ ആയിട്ട് ഇവിടെ കാണുന്നത് 3x ആണ്. അപ്പോ എഫ് ഓഫ് എക്സ് വൈയും ജി ഓഫ് എക്സ് വൈയും കിട്ടി. ഇനി നമുക്ക് നമ്മുടെ ഗ്രീൻസ് തിയറം സ്റ്റേറ്റ്മെന്റിന്റെ റൈറ്റ് സൈഡിൽ വരുന്നത് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ ജി ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ ഡി എ എന്നാണ്. അപ്പോ ഇത് ഗ്രീൻസ് തിയറം ഉപയോഗിച്ചുകൊണ്ട് ഈ ഇന്റഗ്രൽ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഇതിനെ ഈ ഡബിൾ ഇന്റഗ്രൽ ആക്കി കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അതിന് നമുക്ക് ഡോ ജി ബൈ ഡോ എക്സും ഡോ എഫ് ബൈ ഡോ വൈയും ആവശ്യമാണ്. ഇതിൽ നിന്ന് എഫ് ഓഫ് എക്സ് വൈയിൽ നിന്ന് ഇവിടെ നിന്ന് ഡോ എഫ് ബൈ ഡോ വൈ കണ്ടുപിടിക്കാം. ഡോ എഫ് ബൈ ഡോ വൈ എടുക്കുമ്പോൾ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 0 വിത്ത് റെസ്പെക്ട് ടു വൈ പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 0. ഇവിടെ -3 × 1 അപ്പൊ -3 എന്ന് കിട്ടി. അതുപോലെ ഡോ ജി ബൈ ഡോ എക്സ് അത് 3 × 1 ഈക്വൽ ടു 3 എന്ന് കിട്ടി. അത് രണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവുകളും കിട്ടി. സോ നമുക്കിനി ഇത് കണ്ടുപിടിക്കാൻ ഇന്റഗ്രൽ ഓവർ സി ദിസ് ഇന്റഗ്രൽ കണ്ടുപിടിക്കാൻ ഇറ്റ് ഈസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ ജി ബൈ ഡോ എക്സ് ദാറ്റ് ഈസ് 3 മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ ദാറ്റ് ഈസ് -3 ഡി എ എന്ന് കിട്ടി. ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ -3 മൈനസ് -3 ഡി എ ഇത് എടുക്കുമ്പോൾ ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ 6 ഡി എ എന്ന് കിട്ടി. ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ 6 ഡി എ. 6 ഒരു കോൺസ്റ്റന്റ് ആണ്. അത് പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ 6 ഇൻറ്റു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡി എ എന്ന് വന്നു. ഇവിടെ ആക്ച്വലി 1 എന്നേ ഉള്ളൂ ഇവിടെ നമ്പർ. ഇപ്പോൾ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡി എ എന്ന് വന്നിരിക്കുകയാണ്. ഈ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡി എ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഓൾവേസ് ഗിവ്സ് ദ ഏരിയ ഓഫ് ദാറ്റ് റീജിയൻ. ആ റീജിയൻ ഏതാണോ ആ റീജിയന്റെ ഏരിയയാണ്. അപ്പൊ ഈക്വൽ ടു 6 ഇൻറ്റു ഏരിയ ഓഫ് ആർ എന്ന് പറയാം. നമ്മുടെ ഈ ക്വസ്റ്റ്യനില് കർവ് പറഞ്ഞത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 എന്നുള്ള സർക്കിൾ ആണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 എന്ന സർക്കിൾ ആണ് കർവായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോ കർവായിട്ട് പറഞ്ഞിരിക്കുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 എന്ന് പറയുന്ന സർക്കിൾ ആണ്.
അപ്പൊ അതിനുള്ളിൽ വരുന്ന റീജിയൻ ആണ് ആർ എന്ന് പറയുന്നത്. സോ ഈ ആറിന്റെ ഏരിയ ആണ് നമ്മൾ എഴുതുന്നത്. ആർ എന്നിന്റെ ഏരിയ എന്ന് പറയുന്നത് ഈ സർക്കിളിന്റെ ഏരിയ ആണല്ലോ. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ 4 എന്ന് പറയുമ്പോൾ റേഡിയസ് 2 ആണ്. അപ്പോ ഏരിയ ഓഫ് ആർ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദാറ്റ് സർക്കിൾ വിത്ത് റേഡിയസ് 2. സോ അത് നമുക്കറിയാം പൈ ആർ സ്ക്വയർ ആണല്ലോ. പൈ ആർ സ്ക്വയർ ഇതിൽ ആർ എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. അപ്പൊ ഈക്വൽ 6 into പൈ into 2 square, that is 4. So the answer is 24 pi. ഇതാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. അപ്പോ ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ജി ഓഫ് എക്സ് വൈ ഡി വൈ കണ്ടുപിടിക്കണമെങ്കിൽ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ ജി ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ ഡി എ കണ്ടുപിടിച്ചാൽ മതിയാകും. കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ലൈൻ ഇന്റഗ്രൽ നേരിട്ട് കണ്ടുപിടിക്കുന്നതിനേക്കാൾ കുറച്ച് എളുപ്പത്തിൽ ആൻസർ കിട്ടും. ആർ എന്ന് പറയുന്നത് ഏത് സർക്കിളാണോ ഏത് കർവാണോ തരുന്നത് അതുകൊണ്ട് എൻക്ലോസ്ഡ് ആകുന്ന റീജിയനെയാണ് ആർ എന്ന് പറയുന്നത്. അതോടൊപ്പം ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡി എ എന്ന് പറഞ്ഞാൽ അത് ഓൾവേസ് ഗീവ്സ് ഏരിയ ഓഫ് ആർ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അത് 2024 മെയ് 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി എലിപ്സ് x equal to a cos t, y equal to b sin t, 0 less than or equal to t less than or equal to 2 pi, using line integrals. ലൈൻ ഇന്റഗ്രൽ ഉപയോഗിച്ചുകൊണ്ട് ഈ കർവിന്റെ ഏരിയ കണ്ടുപിടിക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. അതിന് ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി എലിപ്സ് എന്നാണ്. എലിപ്സിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ആണ് ഈ തന്നിരിക്കുന്നത്. x equal to a cos t, y equal to b sin t എന്ന് പറയുമ്പോൾ അത് എലിപ്സിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ആണ്. അപ്പോ എലിപ്സിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. 0 ലെസ് താൻ ഈക്വൽ ടു t ലെസ് താൻ ഈക്വൽ ടു 2 പൈ എന്ന് പറയുമ്പോൾ ഫുൾ എലിപ്സ് ആയി. ഇത് ഇങ്ങനെ പാരാമെട്രിക് ഫോമിൽ തരാതെ വേണമെങ്കിൽ ഈ ഫോമിലും തരാം. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 എന്ന ഇക്വേഷൻ ആയിട്ട് തന്നാലും ചെയ്യേണ്ടത് ഒരേ പ്രൊസീജിയർ തന്നെയാണ്. നമുക്ക് ലൈൻ ഇന്റഗ്രൽ ഉപയോഗിച്ചുകൊണ്ട് ഏരിയ കണ്ടുപിടിക്കാൻ ഗ്രീൻസ് തിയറം ഉപയോഗിക്കാം. ഗ്രീൻസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ജി ഓഫ് എക്സ് വൈ ഡി വൈ എന്നുള്ളതിനെ ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ ജി ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ ഡി എ. ഇതാണ് ഗ്രീൻസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. ഈ എക്സ്പ്രഷനിൽ എഫ് ഓഫ് എക്സ് വൈ ആയിട്ട് മൈനസ് വൈ എന്നും ജി ഓഫ് എക്സ് വൈ ആയിട്ട് എക്സ് എന്നും എടുത്താൽ, എഫ് ഓഫ് എക്സ് വൈ ആയിട്ട് മൈനസ് വൈയും ജി ഓഫ് എക്സ് വൈ ആയിട്ട് എക്സ് എന്നും എടുത്താൽ ഈ ഡബിൾ ഇന്റഗ്രൽ പാർട്ടിനുള്ളിൽ വരാൻ പോകുന്നത് ഡോ ജി ബൈ ഡോ എക്സ്. ജി ആയിട്ട് എക്സ് ഞാൻ എടുത്തത്, അപ്പോൾ ഡോ ജി ബൈ ഡോ എക്സ് എന്നുള്ളത് 1 വരില്ലേ, മൈനസ് എഫ് ആയിട്ട് മൈനസ് വൈ എടുത്തു, അപ്പൊ ഡോ എഫ് ബൈ ഡോ വൈ എന്നുള്ളത് -1 കിട്ടും. അപ്പോ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ 1 മൈനസ് -1 ഡി എ എന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇത് നമുക്ക് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ 2 ഡി എ എന്നാവുമല്ലോ. മുൻപത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ 2 ഡി എ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡി എ ആവും. അതായത് 2 ഇൻറ്റു ഏരിയ ആവുമല്ലോ, 2 ഇൻറ്റു ഏരിയ എന്നാകും. അപ്പോ ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ജി ഓഫ് എക്സ് വൈ ഡി വൈ എന്നതില് എഫ് ഓഫ് എക്സ് വൈ ആയിട്ട് മൈനസ് വൈയും ജി ഓഫ് എക്സ് വൈ ആയിട്ട് എക്സും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 ഇൻറ്റു ഏരിയ എന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുലയായിട്ട് നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം: ഏരിയ ഓഫ് ആർ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഇന്റഗ്രൽ ഓവർ സി
എഫ് ഓഫ് എക്സ് വൈയുടെ സ്ഥാനത്ത് മൈനസ് വൈ, അപ്പൊ മൈനസ് വൈ ഡി എക്സ് പ്ലസ് ജി ഓഫ് എക്സ് വൈ എക്സ് ഡി വൈ. ഇത് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുലയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. എങ്ങനെയാണ് ഈ ഫോർമുല വരുന്നത് എന്നതാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് ഡയറക്റ്റ് ഒരു ഫോർമുലയായിട്ട് പഠിക്കുക. ഏരിയ ഓഫ് ആർ എന്ന് പറയുന്നത് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ആ ആർ എന്ന് പറയുന്ന റീജിയന്റെ ബോർഡർ കർവായ സി. ഏതൊരു റീജിയനും ഇപ്പോ ഇങ്ങനെ ഒരു റീജിയൻ ഉണ്ട്, ആ റീജിയന്റെ ഏരിയ വേണമെങ്കിൽ അതിന്റെ ബോർഡർ കർവ് ഉണ്ടല്ലോ സി, ആ കർവിലൂടെ മൈനസ് വൈ ഡി എക്സ് പ്ലസ് എക്സ് ഡി വൈ ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിന്റെ ഹാഫ് എടുത്താൽ മതിയാവും. ഏരിയ കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി ഇത് ഉപയോഗിച്ചാൽ മതി. അതിലേക്ക് ഇത് ഉപയോഗിക്കുന്നതിനായിട്ട് എക്സ് ഈക്വൽ ടു എ കോസ് ടി എന്നും വൈ ഈക്വൽ ടു ബി സൈൻ ടി എന്നും ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് മൈനസ് വൈ ഡി എക്സും എക്സ് ഡി വൈയും കണ്ടുപിടിക്കണമെങ്കിൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഡി എക്സും ഡി വൈയും കൂടി കണ്ടുപിടിക്കണം. ഡി എക്സ് എന്ന് പറയുന്നത് ഇതിന്റെ ഡിഫറൻഷ്യൽ, അപ്പൊ എ ഇൻറ്റു കോസ് ടിയുടെ ഡിഫറൻഷ്യൽ മൈനസ് സൈൻ ടി ഇൻറ്റു ഡി ടി. ഡി വൈ എന്ന് പറയുന്നത് ബി ഇൻറ്റു സൈൻ ടിയുടെ ഡിഫറൻഷ്യൽ കോസ് ടി ഡി ടി. അപ്പോ ഈ ഫോർമുലയിൽ ഉപയോഗിക്കാനുള്ള എക്സും വൈയും ഡി എക്സും ഡി വൈയും നമുക്ക് കിട്ടി. ലിമിറ്റ് എടുക്കേണ്ടത് 0 to 2π, ആ കർവിന്റെ ലിമിറ്റ് ആയിട്ട് 0 to 2π ഉപയോഗിക്കണം. സോ നമ്മുടെ ആൻസർ പറയാവുന്നത് ഏരിയ ഈസ് ഈക്വൽ ടു ഏരിയ എ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഇന്റഗ്രൽ മൈനസ് വൈ, വൈ എന്നുള്ളത് ബി സൈൻ ടി ആണ്, അപ്പൊ മൈനസ് വൈ എന്നുള്ളത് മൈനസ് ബി സൈൻ ടി ഇൻറ്റു ഡി എക്സ്. ഡി എക്സ് എന്നുള്ളത് ഇവിടെ മൈനസ് എ സൈൻ ടി ഡി ടി, അപ്പൊ ഇൻറ്റു മൈനസ് എ സൈൻ ടി ഡി ടി, അത് മൈനസ് വൈ ഡി എക്സ് എന്നുള്ളതായി. ഇനി പ്ലസ് എക്സ് ഡി വൈ, എക്സ് എന്നുള്ളത് എ കോസ് ടി ഇൻറ്റു ഡി വൈ, ഡി വൈ എന്നുള്ളത് ബി കോസ് ടി ഡി ടി. ഇതില് ലിമിറ്റ് 0 to 2π കൊടുക്കുക. ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ റീജിയന്റെ ഏരിയ കിട്ടും. അപ്പോ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഇന്റഗ്രൽ 0 to 2π. ഇവിടെ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി, എ ഇൻറ്റു ബി കോൺസ്റ്റന്റ് ഉണ്ട്, അപ്പൊ എ ബി സൈൻ സ്ക്വയർ ടി ഡി ടി എന്ന് കിട്ടുമല്ലോ. ഡി ടി നമുക്ക് കോമൺ ആയിട്ട് എഴുതാം. പ്ലസ് ഇവിടെ എ ബി കോസ് സ്ക്വയർ ടി എന്നായി, കോസ് ടി ഇൻറ്റു കോസ് ടി ഉള്ളത് കൊണ്ട് ഡി ടി. ഇപ്പോ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഇന്റഗ്രൽ 0 to 2π. എ ബി ഒരെണ്ണം കോമൺ ഫാക്ടർ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. എ ബി കോമൺ ഫാക്ടർ എടുത്തു കഴിഞ്ഞാൽ ഇനി കാണുന്നത് സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി അല്ലേ. സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി 1 ആണ്. അപ്പോ ഇന്റഗ്രൽ 0 to 2π എ ബി ഡി ടി എന്ന് മാത്രം. അതിനി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഹാഫ് ഇൻറ്റു എ ബി ഇൻറ്റു ഇതിന്റെ ഇന്റഗ്രൽ ടി, ഇന്റഗ്രൽ ഡി ടി എന്ന് പറയുമ്പോൾ ടി, ലിമിറ്റ് 0 to 2π ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ ബി ഇൻറ്റു 2π മൈനസ് 0. അപ്പൊ 2 കട്ട് ചെയ്ത് പോയിട്ട് ആൻസർ പൈ എ ബി എന്ന് കിട്ടും. ഇതാണ് എലിപ്സിന്റെ ഏരിയയുടെ ഫോർമുല. സർക്കിളിന്റെ ഏരിയ പൈ ആർ സ്ക്വയർ എന്ന് പറയുന്ന പോലെ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 എന്ന എലിപ്സിന്റെ ഏരിയ ആണ് പൈ എ ബി. അത് നമുക്കിവിടെ കിട്ടി. ആക്ച്വലി നമ്മൾ കണ്ടുപിടിക്കുന്നത് ഗ്രീൻസ് തിയറി ഉപയോഗിച്ചുകൊണ്ടാണ്. അത് അങ്ങനെ ശ്രദ്ധിക്കാതെ വേണമെങ്കിൽ ഡയറക്റ്റ് ഫോർമുല ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഫോർമുല ഇപ്പൊ പറഞ്ഞത് ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഇന്റഗ്രൽ ഓവർ സി മൈനസ് വൈ ഡി എക്സ് പ്ലസ് എക്സ് ഡി വൈ. ഈ ഫോർമുല ഉപയോഗിച്ചാൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഈ ഫോർമുല വരുന്നത് ഗ്രീൻസ് തിയറത്തിൽ നിന്നാണ് എന്ന് ഓർക്കുക. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ. Using Green's theorem, using Green's theorem, evaluate
integral over c x into cos y dx minus y sin x dy. Integral over c x into cos y dx minus y sin x dy, where c is the square. C is the square with vertices 0, 0, 0, pi, 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 0. Using Green's theorem, evaluate integral over c x cos y dx minus y sin x dy, where c is the square. Curve c ആയിട്ട് എടുക്കുന്നത് it is a square with these points as vertices. അപ്പൊ ഇവിടെ നമുക്ക് ഈ പോയിന്റുകൾ വെർട്ടിസസ് ആയിട്ട് വരുന്ന സ്ക്വയർ എന്ന് പറയുമ്പോൾ അത് എക്സ് ആക്സിസും വൈ ആക്സിസുമായിട്ട് ഇതെടുത്താൽ 0, 0 ഇവിടെ എടുക്കാം. 0 പൈ എന്ന് പറയുമ്പോൾ ഇവിടെ വരും 0 പൈ. പൈ പൈ എന്ന് പറയുന്നത് ഇവിടെ കിട്ടും. അപ്പോൾ പൈ 0 എന്ന് പറയുന്നത് ഇവിടെയും വരും. സോ ഇതിന്റെ ഏരിയയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ ഇതാണ് കർവായിട്ട് പറഞ്ഞിരുന്നത്. ഈ കർവിലൂടെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഈ കർവിലൂടെ ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഓഫ്കോഴ്സ് നമുക്ക് അതിനെ ഈ റീജിയനിലൂടെ ഇന്റഗ്രലിലേക്ക് മാറ്റാമല്ലോ ഗ്രീൻസ് തിയറി ഉപയോഗിച്ചുകൊണ്ട്. അതിന് ഗ്രീൻസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ജി ഓഫ് എക്സ് വൈ ഡി വൈ എന്ന് വന്നാൽ അത് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ ജി ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ ഡി എ എന്നാക്കാം. ഇതാണ് ഗ്രീൻസ് തിയറം. ഇതും ഇതും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇവിടുത്തെ എഫ് ഓഫ് എക്സ് വൈ എന്ന് വിളിക്കുന്നത് എക്സ് കോസ് വൈ ആണ്, ജി ഓഫ് എക്സ് വൈ എന്ന് വിളിക്കുന്നത് മൈനസ് വൈ സൈൻ എക്സ് ആണ് എന്ന് കാണാം. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ is equal to x cos y, g of x y equal to minus y sin x. f of x y യും g of x y യും കിട്ടി. ഇനി നമുക്ക് ഈ ഇന്റഗ്രൽ കണ്ടുപിടിക്കണം. അതിന് ഗ്രീൻസ് തിയറി ഉപയോഗിക്കണമെങ്കിൽ ഗ്രീൻസ് തിയറത്തിൽ പാർഷ്യൽ ഡെറിവേറ്റീവുകൾ ആവശ്യമുണ്ട്. ഗ്രീൻസ് തിയറത്തിൽ നമുക്ക് ഡോ ജി ബൈ ഡോ എക്സ് വേണം. ജി എടുത്തിരിക്കുന്നത് മൈനസ് വൈ ഇൻറ്റു സൈൻ എക്സ് ആണ്. അപ്പൊ ഡോ ജി ബൈ ഡോ എക്സ് എന്നുള്ളത് മൈനസ് വൈ ഇൻറ്റു സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. ഡോ എഫ് ബൈ ഡോ വൈ ആവശ്യമുണ്ട്. ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറയുന്നത് എക്സ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് എക്സ് ഇൻറ്റു കോസ് വൈ ഡെറിവേറ്റീവ് മൈനസ് സൈൻ വൈ. രണ്ടും കിട്ടി. ഇനി നമുക്ക് ആൻസറിലേക്ക് വരാം. Therefore, integral over c x cos y dx minus y sin x dy is equal to double integral over r dou g by dou x അത് minus y cos x minus dou f by dou y അപ്പൊ minus minus x sin y dA എന്ന് കിട്ടി. ഇനി നമുക്കിവിടെ ലിമിറ്റുകൾ ഉപയോഗിക്കാം. ഇവിടെ ഇപ്പോ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡി എ എന്ന് പറയുമ്പോൾ എക്സും വൈയും നിർത്തിക്കൊണ്ട് നമുക്ക് ലിമിറ്റുകൾ കൊടുത്ത് ഇന്റഗ്രേറ്റ് ചെയ്യാം. ആ ലിമിറ്റുകൾ പറയേണ്ടത് ഡബിൾ ഇന്റഗ്രൽ മൈനസ് വൈ കോസ് എക്സ് പ്ലസ് എക്സ് സൈൻ വൈ ഡി എ എന്ന് പറയുന്ന പാർട്ടിന് ഏരിയ എന്നാണ്, എലിമെന്റൽ ഏരിയ. അതിവിടെ ഡി എക്സ് ഡി വൈ എന്ന് കൊടുക്കാറുണ്ട്. ഡി എ എന്നുള്ളതിന് ഡി എക്സ് ഡി വൈ എടുക്കാം. അങ്ങനെ എടുക്കുമ്പോൾ ഈ വൈയുടെ ലിമിറ്റുകളാണ് പുറമേയുള്ള ഇന്റഗ്രലിന് എഴുതേണ്ടത്. പുറമേയുള്ള ഡി സിമ്പൽ ഡി വൈ ആണ്. അതുകൊണ്ട് വൈയുടെ ലിമിറ്റുകൾ പുറമേയുള്ള ഇന്റഗ്രൽ ഇടണം. എക്സിന്റെ ലിമിറ്റുകൾ അകത്തുള്ള ഇന്റഗ്രലിനും ഇടണം. ഈ കേസില് ഈ ഏരിയയില് ഈ റീജിയനില് വൈ കോർഡിനേറ്റ് വേരി ചെയ്യുന്നത് 0 to പൈ ആണ്. വൈ കോർഡിനേറ്റ് വേരിയേഷൻ 0 to പൈ. എക്സ് കോർഡിനേറ്റിന്റെ വേരിയേഷനും 0 to പൈ. ഇവിടെ 0 ഇവിടെ പൈ. അപ്പൊ 0 to പൈ ആണ്.
സോ രണ്ട് വേരിയബിളും 0 to π എന്ന് വേരി ചെയ്യുന്നു. രണ്ട് വേരിയബിളിലും സെയിം ലിമിറ്റ് തന്നെയാണ്. ഇനി ഈ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണം. ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ ആദ്യം ഉള്ളിലുള്ള വേരിയബിളിന്റെ സിമ്പിൾ dx ആയതുകൊണ്ട് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഉള്ള ഇന്റഗ്രേഷൻ ആദ്യം നടത്തണം. ഈ അകത്തെ ഇന്റഗ്രൽ ഈ ഇന്റഗ്രൽ എക്സ് വേരിയബിൾ ആയിട്ട് എടുത്തുകൊണ്ട് ആദ്യം ചെയ്യണം. അപ്പോൾ പുറമേയുള്ള ഇന്റഗ്രൽ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യും. ഇനി ഈ ഭാഗത്തിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ -y കോൺസ്റ്റന്റ് ആണ്. cos എക്സിന്റെ ഇന്റഗ്രൽ sin x പ്ലസ് ഇവിടെ sin y കോൺസ്റ്റന്റ് ആയിട്ട് വരും. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ പ്ലസ് എക്സിന്റെ ഇന്റഗ്രൽ x²/2. എക്സിന്റെ ഇന്റഗ്രൽ x²/2. ഇതില് ലിമിറ്റ് 0 to π ഇട്ട് കൊടുക്കണം. അപ്പൊ ഇപ്പൊ നമ്മൾ dx വരെ ആയുള്ള ഈ അകത്തെ ഇന്റഗ്രൽ ഇവിടെ വരെ ആയുള്ള പുറമേ ഉള്ള ഈ ഇന്റഗ്രലിന്റെ വേരിയബിൾ സിമ്പലായ dy ഇവിടെ പുറത്തെഴുതണം. ഡബിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പൊ ഇനി ആദ്യം ആ ഇന്റഗ്രേഷൻ നടത്തിയതിൽ എക്സിന് പകരം ലിമിറ്റുകൾ കൊടുക്കാം. ഈക്വൽ ടു ഇന്റഗ്രൽ 0 to π -y ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ sin π പ്ലസ് sin y ഇൻറ്റു π²/2 അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി മൈനസ് എക്സ് അടുത്തെല്ലാം 0 കൊടുക്കണം. എക്സിനെല്ലാം 0 കൊടുക്കുമ്പോൾ sin 0 ആയിപ്പോയി. 0²/2 അതും 0 ആയിപ്പോയി. അപ്പൊ ലോവർ ലിമിറ്റ് ഇടുമ്പോൾ ഇത് കംപ്ലീറ്റ് 0 ആയി പോയി. അതുകൊണ്ട് അതിന്റെ പിന്നെ സ്റ്റെപ്പ് ഒന്നും എഴുതണമെന്നില്ല. അപ്പൊ ഇനി ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് ഇനി വിത്ത് റെസ്പെക്ട് ടു y ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പോ sin π കോൺസ്റ്റന്റ് മൈനസ് sin π കോൺസ്റ്റന്റ് y-യുടെ ഇന്റഗ്രൽ y²/2 പ്ലസ് ഇവിടെ π²/2 ഇൻറ്റു sin y-യുടെ ഇന്റഗ്രൽ മൈനസ് cos y. ഇന്റഗ്രേഷൻ കഴിഞ്ഞു. ഇനി അവിടെ ലിമിറ്റ് കൊടുക്കാം 0 to π. ദെൻ മൈനസ് sin π. sin π ഇവിടെ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നു കേട്ടോ. കാരണം sin π-യുടെ വാല്യൂ 0 ആണ്. sin π-യുടെ വാല്യൂ 0 ആണ്. അപ്പൊ ആ ടേം അങ്ങ് ക്യാൻസൽ ചെയ്ത് പൊക്കോളൂ. അത് എഴുതണമെന്നില്ല. അപ്പൊ sin π-യുടെ വാല്യൂ 0 ആണ്. അപ്പൊ അത് പോയി. അപ്പൊ നമുക്ക് ഇത്രയേ ഉള്ളൂ. π²/2 ഇൻറ്റു sin y-യുടെ ഇന്റഗ്രൽ മൈനസ് cos y എഴുതിയാൽ മതി. സോ ഈക്വൽ ടു മൈനസ് π²/2 ഇൻറ്റു മൈനസ് π²/2 മാറ്റിക്കഴിഞ്ഞാൽ cos π മൈനസ് cos 0 ഈക്വൽ ടു മൈനസ് π²/2 ഇൻറ്റു cos π-യുടെ വാല്യൂ -1 ആണ്. cos π-യുടെ വാല്യൂ -1, sin π-യുടെ വാല്യൂ 0, cos π-യുടെ വാല്യൂ -1 മൈനസ് cos 0-യുടെ വാല്യൂ 1. സോ മൈനസ് π²/2 മൈനസ് π²/2 ഇൻറ്റു -2 എന്നായി. ഇപ്പൊ 2 രണ്ടും കട്ട് ചെയ്ത് പോയിട്ട് ഈക്വൽ ടു π² എന്ന് ആൻസർ കിട്ടി. ദാറ്റ് ഈസ് ദ ആൻസർ. π² എന്ന് കിട്ടി. അപ്പൊ ഇവിടെ ഗ്രീൻസ് തിയറം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളത് ചെയ്തത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടിയാണ് ഈ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അതുകൂടി പറയാം നമുക്ക്. ഗ്രീൻസ് തിയറത്തിന്റെ ടോപ്പിക് അപ്പൊ കംപ്ലീറ്റ് ആവും. ജാനുവരി 2024 ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി tan inverse y dx minus y² into x divided by 1 plus y² dy, where c is the square. C is the square with vertices 0, 0, 1, 0, 1, 1, 0, 1. ഇപ്പോ ഈ കഴിഞ്ഞ പ്രോബ്ലംസ് എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇവിടെയും ദ ഗ്രീൻസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റിലെ പാർട്ട് തന്നല്ലേ. ഇന്റഗ്രൽ ഓവർ സി ഗ്രീൻസ് തിയറത്തിന്റെ ഭാഗം ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ജി ഓഫ് എക്സ് വൈ ഡി വൈ എന്ന്. ഇവിടെ വന്നിരിക്കുന്നത് ഈ എഫ് ഓഫ് എക്സ് വൈയുടെ പ്ലേസിൽ ഇവിടെ ടാൻ ഇൻവേഴ്സ് വൈ, ജി ഓഫ് എക്സ് വൈയുടെ പ്ലേസിൽ ഇവിടെ -y² x / 1 + y². പിന്നെ
കർവ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ സ്ക്വയർ ആണ്. സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിൽ വെർട്ടിസസ് 0 0 1 0 ഇവിടെ വരും, 1 1 ഇവിടെ എടുക്കാം, 0 1 ഇവിടെ എടുക്കാം. അപ്പോ തൊട്ട് മുൻപത്തെ പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടത് തന്നെ വരുന്നു ഇവിടെ, ഈ ഒരു സ്ക്വയർ തന്നെ. ആ സ്ക്വയറിന്റെ ഉള്ളിലുള്ള ഭാഗമാണ് റീജിയൻ R ആയിട്ട് എടുക്കേണ്ടത്. അപ്പൊ തൊട്ട് മുൻപ് ചെയ്ത പോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ എഫ് ഓഫ് എക്സ് വൈ ആയിട്ട് ടാൻ ഇൻവേഴ്സ് വൈ എടുക്കുന്നു. എഫ് ഓഫ് എക്സ് വൈ എന്നുള്ളത് ടാൻ ഇൻവേഴ്സ് വൈ. ജി ഓഫ് എക്സ് വൈ ആയിട്ട് മൈനസ് വൈ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് വൈ സ്ക്വയറും എടുക്കാം. എഫ് ഓഫ് എക്സ് വൈയും ജി ഓഫ് എക്സ് വൈയും കിട്ടി. ഇനി ഗ്രീൻസ് തിയറത്തിന് ആവശ്യമുള്ളത് ഡോ ജി ബൈ ഡോ എക്സും ഡോ എഫ് ബൈ ഡോ വൈയും ആണ്. ഡോ ജി ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് ഇതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുമ്പോൾ മൈനസ് വൈ സ്ക്വയർ ഡിവൈഡ് ബൈ 1 പ്ലസ് വൈ സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്. ഇത്രയും പാർട്ട് കോൺസ്റ്റന്റ് ആണ്. എക്സിന്റെ ഡെറിവേറ്റീവ് 1. അതാണ് ഡോ ജി ബൈ ഡോ എക്സ് എടുക്കുക. ഡോ എഫ് ബൈ ഡോ വൈ വരുന്നത് ടാൻ ഇൻവേഴ്സ് വൈയുടെ ഡെറിവേറ്റീവ്, അത് 1 പ്ലസ് വൈ സ്ക്വയർ 1 ബൈ 1 പ്ലസ് വൈ സ്ക്വയർ. ടാൻ ഇൻവേഴ്സ് വൈയുടെ ഡെറിവേറ്റീവ് 1 ഡിവൈഡ് ബൈ 1 പ്ലസ് വൈ സ്ക്വയർ. ഇനി നമ്മുടെ ഗ്രീൻസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോ this is equal to double integral over R dou G by dou X minus y square divided by 1 plus y square minus dou F by dou Y 1 divided by 1 plus y square dA. ഇങ്ങനെയായി കിട്ടി. സ്റ്റേറ്റ്മെന്റിലേക്ക് ഡോ ജി ബൈ ഡോ എക്സും ഡോ എഫ് ബൈ ഡോ വൈയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇപ്പോൾ ഇവിടെ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ മൈനസ് വൈ. ഇവിടെ രണ്ടിന്റെ ഡിനോമിനേറ്ററിൽ 1 പ്ലസ് വൈ സ്ക്വയർ തന്നെയാണല്ലോ. അപ്പോൾ മൈനസ് വൈ സ്ക്വയർ മൈനസ് 1 ഡിവൈഡ് ബൈ 1 പ്ലസ് വൈ സ്ക്വയർ ഡി എ എന്ന് കിട്ടും. ഇവിടെ ഒരു മൈനസ് കോമൺ ഫാക്ടർ താൽ മൈനസ് ഓഫ് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ വൈ സ്ക്വയർ പ്ലസ് 1 ഡിവൈഡ് ബൈ 1 പ്ലസ് വൈ സ്ക്വയർ ഡി എ എന്ന് കിട്ടി. അപ്പൊ അത് ഇത് കട്ട് ചെയ്ത് പോകുമല്ലോ. സോ അത് കട്ട് ചെയ്ത് പോയിട്ട് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ 1 ഡി എ എന്ന് കിട്ടി. ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ 1 ഡി എ എന്ന് പറയുമ്പോൾ നേരത്തെയുള്ള പ്രോബ്ലത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇത് ഈക്വൽ ടു ഏരിയ ഓഫ് ആർ ആണ്. ഏരിയ ഓഫ് ആർ ആണ്. ആ റീജിയൻ ഏതാണോ അതിന്റെ ഏരിയ ആണ്. നമ്മുടെ ഇവിടുത്തെ റീജിയൻ എന്ന് പറയുന്നത് 0 0 1 0 1 1 0 1 ഇവ വെർട്ടിക്സ് ആയിട്ട് വരുന്ന സ്ക്വയർ അല്ലേ? അപ്പോ 1 യൂണിറ്റ് ലെങ്ത് ഉള്ള സ്ക്വയർ ആണിത്. ആ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് 1 സ്ക്വയർ അല്ലേ? സ്ക്വയറിന്റെ ഏരിയ അതിന്റെ സൈഡിന്റെ സ്ക്വയർ. സോ ഈക്വൽ ടു ഏരിയ ഓഫ് ആർ എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ. സോ ഈക്വൽ ടു ആർ ഈക്വൽ ടു 1. ദിസ് ഈസ് ദ ആൻസർ. ഓഫ് കോഴ്സ് ഒരു -1 ഇവിടെ ഉണ്ട്, ഒരു മൈനസ് ഉണ്ട്. സോ മൈനസ് ഇവിടെ ഉണ്ട്, -1 ഇൻറ്റു ഡി എ. അപ്പൊ മൈനസ് ഏരിയ ഓഫ് ആർ ഈക്വൽ ടു -1 സ്ക്വയർ ഈക്വൽ ടു -1. ഇവിടെ പുറത്തൊരു മൈനസ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആൻസർ -1 എന്ന് കിട്ടി. ഓക്കെ, ഇത്രയുമാണ് ഈ ജാനുവരി 2024ലും മെയ് 2024ലും ഗ്രീൻസ് തിയറവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ടായിരുന്നത്. വളരെ സിമ്പിൾ ആണ്. ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പഠിച്ചു വെക്കുക, എന്നിട്ട് ആ റീജിയന്റെ ഇന്റഗ്രൽ കണ്ടുപിടിക്കുക. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് ഗ്രീൻസ് തിയറത്തിന്റെ പ്രോബ്ലംസ് എല്ലാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ പോസ്റ്റ് ചെയ്താൽ മതി. തീർച്ചയായും ആ പറയുന്ന ഡൗട്ട്സ് എല്ലാം ഞാൻ ക്ലിയർ ചെയ്ത് തരും. തീർച്ചയായും നിങ്ങൾ ഈ എപ്പിസോഡ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക. അടുത്ത എപ്പിസോഡുകളിലൂടെ ആയിട്ട് തീർച്ചയായും എല്ലാ സെമസ്റ്ററിലെയും ടോപ്പിക്കുകൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നതാണ്. അത് തീർച്ചയായും നിങ്ങൾക്ക് ഡയറക്റ്റ് ഇത് പഠിച്ചുകൊണ്ട്, ഇത് കേട്ട്, ഇത് വെച്ച് പഠിച്ചുകൊണ്ട് എക്സാമിനേഷന് പോയി ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ എപ്പിസോഡുകൾ ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായും എല്ലാവരും കൃത്യമായി വായിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, താങ്ക് യു.